അപ്പോൾ നമ്മളെ വാച്ചിൻ്റെ ബോക്സ് ഇതാണ് വരുന്നത്. കണ്ട അമോളോഡ് ഡിസ്പ്ലേ, പോളോ 3 ഫെയർ ബോൾട്ട്. ഏകദേശം റേറ്റൊക്കെ 13 കൊടുത്തണം. നമ്മൾ വാങ്ങിയപ്പോൾ 2000 ചില്ലാൻ കൊടുത്തിട്ട് വാങ്ങിയാണ്. നമ്മൾ വാങ്ങിയ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ ഓരോ അവിടെ നിന്നല്ല, നമ്മൾ ഫെയർ ബോൾട്ടിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ തന്നെയാണ് നമ്മൾ വെച്ച്. നമ്മൾ തുറന്ന് നോക്കാം എന്തൊക്കെ ഇതിലുണ്ടെന്ന്. ഇതിവിടെ തന്നെ കൊടുത്തത് ബ്ലൂടൂത്ത് കോളിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ ട്രാക്ക്, 300 ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ ഇതിനകത്തുണ്ടെന്ന്. ഇപ്പോൾ ബോക്സ് തുറന്നു നോക്കിയിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി വെച്ചാൽ, ഇപ്പോൾ നമ്മളെ വാച്ചുണ്ട് ആദ്യം കൊണ്ട് നമ്മൾ, പിന്നെ സ്മാർട്ട് വാച്ച് മാനുവൽ, ഇതിൻ്റെ യൂസർ മാനുവൽ എങ്ങനെയാണെന്ന്, പിന്നെ വാച്ചിൻ്റെ ആണി വരുന്നുണ്ട്, പിന്നെ കുറച്ച് കാർഡ്സ് വരുന്നുണ്ട്. അതൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഒരു എങ്ങനെ പറയുന്നത്, എന്നാലും ഒരു 2000 ക്വാളിറ്റിയൊക്കെ വരുന്നുണ്ട് ഏകദേശം. അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് ചാർജറാണ്. പിന്നെ വാച്ചിൻ്റെ പിന്നെ ഇപ്പോൾ വാച്ച് മുകളിൽ കവറിങ് വരുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. ഇതൊരു പ്ലാസ്റ്റിക് ഇട്ട് തോന്നുന്നു എനിക്ക്. സെൻസറും കാര്യങ്ങൾ. ഇതിപ്പോൾ ചാർജറിൻ്റെ കണക്ഷൻ വേണം. പിന്നെ സ്വിച്ച് കുറച്ചൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ യൂസർ മാനുവൽ വേണമെങ്കിൽ നമുക്കൊന്ന് അകത്തേക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫോൺ എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെയാണ്. അപ്പോൾ iOS ആയാലും മറ്റേതായാലൊക്കെ ക്യാമറ അവസാനം നോക്കിയാൽ എങ്ങനെയാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ, ഫോട്ടോ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, പിന്നെ ഗെയിമിംഗ് മോഡ് എങ്ങനെ യൂസേജ് കാര്യങ്ങൾ എങ്ങനെ വന്നു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. ആൾവേസ് ഡിസ്പ്ലേനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഫേസ് ഗാലറി, ഫൈൻഡ് ഡിവൈസ്, മെസ്സേജ് കാര്യങ്ങൾ, DND മോഡ്, പിന്നെ സ്ത്രീകളുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ ഉള്ള ആപ്സൊക്കെ ഉണ്ട്. ടൈമർ കാര്യങ്ങൾ, പിന്നെ വെതർ, അതിനൊട്ടനവധി കോണ്ടാക്ട്സ്, കോണ്ടാക്ട്സ് മുഴുവൻ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫേവറേറ്റായ കുറച്ചൊരു ഏകദേശം 10-12 ഏകദേശം ഇതാക്കാം. കോണ്ടാക്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ്. പിന്നെ വാച്ചിൽ കെട്ടേണ്ട രൂപമാണ്, ഇങ്ങനെ താഴ്ത്തി കെട്ടിട്ട് ഡയറക്റ്റ് നിൽക്കണം. നല്ല പ്രോയിലേക്കുള്ള സെൻസർ വർക്കേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോഴത്തെ കണ്ടിട്ട് ആ മൂട് കൊളിച്ച് എങ്ങനെയാണ് താഴേക്ക് സൈഡൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കിട്ടിയ ഉടനെ 2 മണിക്കൂർ അങ്ങനെ കാണാൻ വേണ്ട, നമ്മളത് വായിച്ചെടുത്താൽ മതി. ഏകദേശം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കയറ്റി വെച്ചതാണ്. ഏകദേശം കുറച്ചൊക്കെ ഇതൊക്കെയാണ് വരുന്നത്. അതിലും തിരഞ്ഞെടുക്കണോ. പിന്നെ അടിയിൽ നിന്നോട്ട് വലിച്ചാൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. മുകളിൽ നിന്നോട്ട് വലിച്ചാൽ കുറച്ച് DND മോഡ്, അങ്ങനെ കുറച്ച് ബ്രൈറ്റ്നെസ്, ടോർച്ചൊക്കെ ഉണ്ട് കേട്ടോ. ടോർച്ചൊക്കെ അത്യാവശ്യം രാത്രിയൊക്കെ നമ്മൾ ഇട്ട് കിടക്കുമ്പോൾ ഫോണൊക്കെ തരാം ഉപകാരമാവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ചൊരു കാർഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ QR കോഡ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ 4 QR കോഡ് സെറ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, QR കോഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ വാച്ചിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. 4 ഏകദേശം QR കോഡ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സെറ്റിങ്സ്, ബാറ്ററി, ഇത് കണക്റ്റ് ആയിക്കണോ കണക്റ്റ് ആയിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി ബാറ്ററിയും കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങോട്ടാക്കിയ ആക്ടിവിറ്റി കാര്യങ്ങൾ, സ്ലീപ്പ്, സെൻസർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെറ്റിങ്സ് പോയി എങ്ങനെയൊക്കെയാണ് ഏകദേശം കാണാം. വായിച്ച് വോയിസ്, ലോവർ മോഡ്, ഫോൺ കോൾ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ. ബോർഡിലേക്ക് നമുക്ക് QR കോഡ് കാണിച്ചു കഴിയും. QR കോഡ് പറയുമ്പോൾ നമ്മൾ ഫോണിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നേരെ ബ്ലൂടൂത്ത് തന്നെയാണ്, പക്ഷെ നേരെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ QR കോഡ് നോക്കിയിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. QR കോഡ് അതിൽ മാത്രമല്ല ഫോണിലൊക്കെ ഉണ്ട്, ഈ വാച്ചിൻ്റെ ബോക്സിലൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ആപ്പിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. വാച്ചിനെറ്റ് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവൈസ് ആയിരിക്കും. നമ്മൾ വാച്ചിനെറ്റ് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഇപ്പോൾ വാച്ചിനെറ്റ് കണക്ട് ചെയ്തിട്ടില്ല, ഓൾറെഡി സേവ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വാച്ചിൻ്റെ ക്ലൗഡ് ഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഫേസ് ഗാലറി നോക്കിയാൽ ഏകദേശം ഏറ്റവും നോണാക്കണം. ഒരുപാട് തന്നെ ക്ലാസിക്, ആക്ടിവിറ്റി, മോഡേൺ, കളർഫുൾ, ഫണ്ണി, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതൊക്കെ നമുക്ക് വാച്ചിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നതാണ്. ഇപ്പോൾ 8 മാറ്റാൻ പറ്റില്ല, ഇപ്പോൾ 1 മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ 1 വരുന്നത്
ഓപ്പൺ ഗാലറി നമ്മൾ ഫോട്ടോ കാര്യങ്ങൾ വെക്കാം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെന്താ വെച്ചാൽ 5 ഡിവൈസ് എല്ലാവരും ഷട്ടറുണ്ട്. ക്യാമറയ്ക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും, ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും, അല്ല ആക്ടിവേറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഈ കാർഡിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതൊരു അപ്ഗ്രേഡ് ഫേവറേറ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ അപ്പം അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നാൽ ശരി. ഇപ്പോൾ വാച്ച് ഏകദേശം കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരിക്കും. കുറച്ച് ലേശം ലൂസ് ഉണ്ട്. കളിക്കുമ്പോൾ തന്നെ അത് വർക്കാവുണ്ട്. ഇപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തൊരു ക്വാളിറ്റി ഇപ്പോൾ കാണാൻ കഴിയേണ്ട. പിന്നെ മുമ്പിലൊരു ഈ പേര് കൊടുത്തിട്ട് ഓവറായി തോന്നണം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.